ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം മെയ് 26. യേശുവാണ് ഉത്തരം. 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു. അവർക്ക് ഒരു കേടും തട്ടിയിട്ടില്ല. 4-മത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോടൊത്തിരിക്കുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാം വാക്യം. ഐൻസ്റ്റീൻ്റെ പ്രസംഗം താൻ ആവശ്യത്തിലധികം കേട്ടിരിക്കുന്നുവെന്നും വേണമെങ്കിൽ തനിക്ക് അത് പ്രസംഗിക്കാൻ കഴിയുമെന്നും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ പറഞ്ഞതായി ഒരു കഥയുണ്ട്. എങ്കിൽ അടുത്ത സ്ഥലത്ത് ഡ്രൈവർ പ്രസംഗിച്ചു കൊള്ളാൻ ഐൻസ്റ്റീൻ നിർദ്ദേശിച്ചു. അവിടെ ആരും തൻ്റെ ചിത്രം കണ്ടിട്ടില്ലാത്തതിനാൽ അത് എളുപ്പമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡ്രൈവർ സമ്മതിക്കുകയും നല്ല പ്രഭാഷണം നടത്തുകയും ചെയ്തു. പിന്നെ ചോദ്യോത്തരവേള വന്നു. ആക്രമണ സ്വഭാവത്തോടെ ചോദ്യം ചോദിച്ച ഒരു അന്വേഷകനോട് ഡ്രൈവർ മറുപടി പറഞ്ഞു: നിങ്ങൾ ഒരു മിടുക്കനായ പ്രൊഫസറാണെന്ന് എനിക്ക് കാണാൻ കഴിയും. പക്ഷേ എൻ്റെ ഡ്രൈവർക്ക് പോലും ഉത്തരം നൽകാൻ കഴിയുന്നത്ര ലളിതമായ ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ആൽബർട്ട് ഐൻസ്റ്റീൻ അതിന് ഉത്തരം നൽകി. അങ്ങനെ രസകരവും എന്നാൽ സാങ്കല്പികവുമായ കഥ അവസാനിച്ചു. ദാനിയേലിൻ്റെ 3 സുഹൃത്തുക്കൾ ശരിക്കും അപകടത്തിലായിരുന്നു. തൻ്റെ ബിംബത്തെ നമസ്കരിച്ചില്ലെങ്കിൽ അവരെ എരിയുന്ന ചൂളയിലേക്ക് എറിയുമെന്ന് നെബൂഖദ്നേസർ രാജാവ് ഭീഷണിപ്പെടുത്തി. അവൻ ചോദിച്ചു: നിങ്ങളെ എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ആ സ്നേഹിതർ അപ്പോഴും നമസ്കരിക്കാൻ വിസമ്മതിച്ചു. അതിനാൽ രാജാവ് ചൂള 7 മടങ്ങ് ചൂടാക്കി അവരെ അതിലേക്ക് എറിഞ്ഞു. അവർ ഒറ്റയ്ക്കല്ല തീച്ചൂളയിൽ വീണത്. ഒരു ദൂതൻ, ഒരുപക്ഷെ യേശു തന്നെ, തീയിൽ അവരോടൊപ്പം ചേർന്നു. അവരെ മരണത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും രാജാവിൻ്റെ ചോദ്യത്തിന് നിഷേധിക്കാനാവാത്ത ഉത്തരം നൽകുകയും ചെയ്തു. നെബൂഖദ്നേസർ ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവത്തെ സ്തുതിക്കുകയും മറ്റൊരു ദൈവത്തിനും ഈ വിധത്തിൽ രക്ഷിക്കാനാവില്ല എന്ന് സമ്മതിക്കുകയും ചെയ്തു. ചില സമയങ്ങളിൽ അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നതായി തോന്നാം. എന്നാൽ തന്നെ സേവിക്കുന്നവരോടൊപ്പമാണ് യേശു നിൽക്കുന്നത്. യേശു നമ്മെ വഹിക്കും. ചിന്തിക്കുക, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത എന്ത് പ്രശ്നമാണുള്ളത്? നിങ്ങളുടെ വെല്ലുവിളി പരിഹരിക്കാൻ നിങ്ങൾ അനുഭവിക്കുന്ന സമ്മർദ്ദം യേശു എങ്ങനെ ഒഴിവാക്കിത്തരും? ദൈവത്തിന് മഹത്വം.